Hello everyone, welcome back to my channel Jasraj Engineering Maths. കഴിഞ്ഞ 3 വീഡിയോസായിട്ട് നമ്മൾ പ്രോബബിലിറ്റി ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോബബിലിറ്റിയിലെ റാൻഡം വേരിയബിൾസിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് ആൻഡ് their corresponding probability distributions, probability mass function and probability density function and അതിൻ്റെ corresponding പ്രോബ്ലംസുമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പുതിയൊരു സെക്ഷനിലേക്ക് എടുക്കുകയാണ്, that is special distributions. അതിൽ തന്നെ ഫസ്റ്റ് വൺ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്പെഷ്യൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ചില എക്സ്പെരിമെൻറ്റ്സ് ഇഫ് ദേ ഫോളോ സർട്ടൻ കണ്ടീഷൻസ് നമുക്ക് പറയാൻ പറ്റും അതൊരു സർട്ടൻ ടൈപ്പ് ഓഫ് എക്സ്പെരിമെൻ്റ് ആണ് എന്ന് പറയാം. ബൈനോമിയൽ എക്സ്പെരിമെൻ്റ് അതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, ആ കണ്ടീഷൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതൊരു ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എക്സ്പെരിമെൻറ്റ് ആൻഡ് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. അതിൻ്റെ മീനും വേരിയൻസും എല്ലാം പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ us ടു കാൽക്കുലേറ്റ്. അതാണ് മെയിൻ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ക്രീറ്റ് ടൈപ്പിൽ 2 ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസും പോയ്സൺ ഡിസ്ട്രിബ്യൂഷനും. ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആവാനുള്ള കണ്ടീഷൻസ് ഫസ്റ്റ് നോക്കാം. ആ കണ്ടീഷൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയാൻ പറ്റും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആവണം എന്നുണ്ടെങ്കിൽ 4 കണ്ടീഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ട്രയൽസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ട്രയൽസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രയലും സെക്കൻഡ് ട്രയലും തമ്മിൽ ഒരു റിലേഷൻസും പാടില്ല. അടുത്തത്, ട്രയൽസ് ആർ ഫൈനൈറ്റ്. ഫൈനൈറ്റ് നമ്പർ ഓഫ് ട്രയൽസ് നമ്മൾ ചെയ്യുള്ളൂ. 10 ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പ്രാവശ്യം നമ്മൾ ചെയ്യുള്ളൂ. അതാണ് ട്രയൽസ് ആർ ഫൈനൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത്, ഓൺലി 2 ഔട്ട്കംസ്. എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മൾ 2 ഔട്ട്കംസ് മാത്രമായിരിക്കും. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്കംസിൽ ഒന്നിനെ നമ്മൾ സക്സസ് ആക്കിയിട്ട് എടുക്കും and the other one will be failure. Last condition, probability of success remains constant. Probability of success remains constant in all trials. എത്ര ട്രയൽ ചെയ്ത് കഴിഞ്ഞാലും പ്രോബബിലിറ്റി ഓഫ് സക്സസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിളായിട്ട് ഞാനൊരു കോയിനെ 10 പ്രാവശ്യം ടോസ് ചെയ്യും. ഞാൻ എത്ര പ്രാവശ്യം ടോസ് ചെയ്ത് കഴിഞ്ഞാലും ഹെഡും ടീലും വീഴാനുള്ള ചാൻസ് മാറുന്നില്ല. അതായത് രണ്ട് കേസാണ്, ഹെഡ് ഓർ ടീൽ. ഇതിനൊരു എക്സാമ്പിളായിട്ട് ഒരു കോയിൻ്റെ ടോസിങ് ഓഫ് എ കോയിൻ പറയാം. ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഹെഡ് ഓർ ടീൽ. സോ ഹെഡ് വീഴാനുള്ള ചാൻസ് ടോട്ടൽ 2ൽ ഒരു ചാൻസ് ഉള്ളത്. സോ ദാറ്റ് ഈസ് 1/2. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഇസ് 1/2. സിമിലർലി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടെയിൽ ഇസ് 1/2. ഞാൻ എത്ര പ്രാവശ്യം കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാലും ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 1/2 ആണ്, ടെയിൽ കിട്ടാനുള്ള പ്രോബിലിറ്റി 1/2 ആണ്. അതാണ് പ്രോബിലിറ്റി ഓഫ് സക്സസ് റിമീൻസ് കോൺസ്റ്റൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ പ്രോബിലിറ്റി, കറസ്പോണ്ടിങ് പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് NCX P raised to X Q raised to N minus X. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് പ്രോബിലിറ്റി കണ്ടുപിടിക്കാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ ഇക്വേഷൻ ഇതാണ്. ഇതിൽ ഫസ്റ്റ് വൺ N is the number of trials. നമ്മൾ എത്ര പ്രാവശ്യം എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്. 10 പ്രാവശ്യമാണ് കോയിൻ ടോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് N. X is the number of success. നമ്മുടെ ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്യും. എത്ര നമുക്കിപ്പോൾ 10 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്ത് അതിൽ 5 പ്രാവശ്യം ഹെഡ് വരുന്നതിൻ്റെ പ്രോബിലിറ്റിയാണ് കാണണം എന്നുള്ളതൊക്കെ. Then X will be 5. Then P is the probability of success in 1 trial. കോയിൻ്റെ എക്സാമ്പിളിൽ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇൻ 1 ട്രയൽ, ഒരു ട്രയലിൽ നമ്മൾ ഹെഡ് വരാനുള്ള ചാൻസ് നെയാണ് പി എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് 1/2.
and Q is the probability of failure in one trial. ഒരു ട്രയലിൽ ഫെയിലിയർ വരാനുള്ള ചാൻസ്. ടോട്ടൽ പ്രോബിലിറ്റി 1 ആണെന്ന് അറിയാം. ഇവിടെ രണ്ട് ഔട്ട്കംസേ ഉള്ളൂ, സക്സസ് ഓർ ഫെയിലിയർ. സോ നമുക്ക് പറയാൻ പറ്റും P plus Q is equal to 1. And also Pൻ്റെയും Qൻ്റെയും വാല്യൂ will always be between 0 and 1. സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. പിന്നെ ഉള്ളത് മീൻ ആൻഡ് വേരിയൻസ്, അതിൻ്റെ ഡെറിവേഷൻസും പ്രോബ്ലംസും. മീൻ ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. മീനെ ഡിനോട്ട് ചെയ്യുന്ന ഇ ഓഫ് എക്സ് ഓർ മ്യൂ, ആൻഡ് ഇറ്റ് ഇസ് ഫൗണ്ട് ആസ് ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് സമ്മേഷൻ ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. ദാറ്റ് ഇസ് സമ്മേഷൻ ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സിന് ഇവിടെ കണ്ടീഷൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇതിലുള്ള സി എന്ന് പറയുന്നത് കോമ്പിനേഷനാണ്. കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് സി അടിച്ചു കൊടുക്കാൻ പറ്റും, ഓർ സീൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഡെറിവേഷൻ്റെ ഇക്വേഷൻ എന്തായാലും അറിഞ്ഞിരിക്കണം. എക്സ് ഇൻറ്റു എൻ സി എക്സിൻ്റെ ഫോർമുല എൻ ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു n minus x factorial now. P raised to x q raised to n minus x. 5 by 5 factorial ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 5 factorial എന്ന് പറഞ്ഞാൽ 5 into 4 into 3 into 2 into 1 എന്നാണ്. സോ 5ഉം 5ഉം ക്യാൻസൽ ചെയ്താൽ 4 to 1 ഉള്ള വാല്യൂസ് ഉണ്ടാവും. അതായത് 1 by 4 factorial. ഇതൊരു എക്സാമ്പിൾ ആക്കിയിട്ട് ഞാൻ പറഞ്ഞതാണ്. സോ എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഒന്ന് കുറഞ്ഞിട്ടുള്ള ബാക്കിയുള്ളതിൻ്റെ ഫാക്ടോറിയലാണ്. സോ എക്സും എക്സ് ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്താൽ ബാക്കി എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ. എൻ ഫാക്ടോറിയൽ പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇവിടെ എക്സ് മൈനസ് 1 ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു -1 വരുത്തും, ഇവിടെ ഒരു -1 വരുത്തും. ഇവിടെ -1 വരണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു എന്നെ പുറത്തെടുത്താൽ മതി. അപ്പോൾ n-1 ഫാക്ടോറിയൽ ഉണ്ടാവും. സോ എന്നും പിയും ഞാൻ പുറത്ത് വെച്ചു. സമ്മേഷൻ ഓഫ് n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ x-1 ഫാക്ടോറിയൽ ഇൻറ്റു n-x ഫാക്ടോറിയൽ. ഇവിടെ പിയിൽ നിന്നും ഒരു പി പുറത്ത് പോയി, അപ്പോൾ ബാക്കി എക്സ് നമ്പർ ഓഫ് പീസ് ഉള്ളത് x-1 നമ്പർ ഓഫ് പീസ് ബാക്കിയുണ്ടാവും. q റേസ് ടു n-x. എൻ പി സമ്മേഷൻ. ഇനി ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോവുകയാണ്. x-1 is equal to r. Put x-1 is equal to r എന്ന് കൊടുക്കും. സോ എക്സ് ഇസ് r plus 1 എന്നും എടുക്കാം. സബ്സ്റ്റിറ്റ്യൂഷനിൽ ഇവിടെ എക്സ് ആണ് വരുന്നത്, ഇവിടെ x-1 ആണ്, ഇവിടെ x-1 ആണ്, ഇവിടെ എക്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എക്സിൻ്റെ വാല്യൂ കൂടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. സോ n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ x-1 is r factorial, n minus എക്സിന് പകരം r plus 1. പുറത്ത് നെഗറ്റീവ് ഉണ്ടായതുകൊണ്ട് അത് മൈനസ് ആക്കിയിട്ട് ഉള്ളിലേക്ക് കൊടുക്കും. p raised to r q raised to n minus r plus 1 ആണ്, പക്ഷെ ഇവിടെ മൈനസ് ഓൾറെഡി ഉണ്ടായതുകൊണ്ട് r minus 1 എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ എൻ പി സമ്മേഷൻ n-1 ഫാക്ടോറിയൽ divided by r factorial into n-1 minus r factorial by p raised to r q raised to n-1 minus r. ഒന്നുമില്ല, ഞാൻ ഈ r minus r minus 1 ഒന്ന് റീഅറേഞ്ച് ചെയ്തതാണ്, ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തിട്ടോ. ഇപ്പോൾ ഈ ഫോർമുലയും ഫസ്റ്റ് ഈ n6ൻ്റെ ഫോർമുലയും കമ്പയർ ചെയ്താൽ മനസ്സിലാവും. ഇവിടെ n ഫാക്ടോറിയലിന് പകരമുള്ളത് n-1 ഫാക്ടോറിയൽ, എക്സ് ഫാക്ടോറിയലിന് പകരം r ഫാക്ടോറിയൽ, n-x ഫാക്ടോറിയലിന് പകരം n-1 മൈനസ് r. അതായത് n ഉള്ള സ്ഥലത്തൊക്കെ n-1ഉം എക്സിന് പകരം r വന്നിട്ടില്ല. സോ ഇതിനെ നമുക്ക് കോമ്പിനേഷൻ്റെ ഫോർമുല എഴുതുകയാണെങ്കിൽ, സോ അത് എൻ പി സമ്മേഷൻ ഓഫ് n-1 c r p raised to r q raised to n-1 മൈനസ് r എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഫോം ഉണ്ട്. അത് നേരത്തെ എനിക്ക് പറയാൻ വിട്ടുപോയതാണ്.
ബി ഓഫ് എൻ കോമ പി എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇവിടെ എൻ നമ്പർ ഓഫ് ട്രയൽസും പി പ്രോബിലിറ്റി ഓഫ് സക്സസും. ബി ഡിനോട്ട് ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓർ ഇറ്റ് ക്യാൻ ഓൾസോ ബി റെപ്രസെൻറ്റഡ് ആസ് ക്യൂ പ്ലസ് പി ഹോൾ റേസ് ടു എൻ. ക്യൂ പ്ലസ് പി ഹോൾ റേസ് ടു എൻ. ഇതാണ് അവിടുത്തെ പാരാമീറ്റേഴ്സ് എൻ, പി ആൻഡ് ക്യൂ. കാരണം എന്നും പി പറയുമെങ്കിൽ നമുക്ക് ക്യൂ കണ്ടുപിടിക്കാൻ പറ്റും. പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1 അല്ലേ. ആ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. സോ ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോമാണ്. ആ ഫോം ആയതുകൊണ്ട് നമുക്ക് അതിന് സമ്മേഷൻ എൻ മൈനസ് 1 സി ആർ പി റേസ് ടു ആർ ക്യൂ റേസ് ടു എൻ മൈനസ് 1 മൈനസ് ആറിന് ക്യൂ പ്ലസ് പി ഹോൾ റേസ് ടു എന്നിന് വരെയുള്ളത് എൻ മൈനസ് 1 ആണ്. സോ എൻ മൈനസ് 1 എഴുതി. പി പ്ലസ് ക്യൂ 1 ആണ്. സോ 1 ടു ദ പവർ എന്ത് തന്നാലും 1. മീൻ ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എൻ പി. അടുത്തത് വേരിയൻസ്. വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. ഇതിൽ ഇ ഓഫ് എക്സ് സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. കാരണം ഇ ഓഫ് എക്സ് ഓൾറെഡി എൻ പി ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ ഇതിനൊന്ന് മാറ്റി എഴുതും. മീന് ഡിറൈവ് ചെയ്ത് അതുപോലെ തന്നെ വേരിയൻസും ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇ ഓഫ് എക്സ് സ്ക്വയർ ഒരു മൈനസ് എക്സ് പ്ലസ് എക്സ് കൊടുക്കും. മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസൽ ചെയ്താൽ അത് വീണ്ടും എക്സ് സ്ക്വയർ ആവും. അതുകൊണ്ട് അത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു കിട്ടും. ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇ ഓഫ് എക്സ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എൻ പി ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ആണ് നമ്മൾ കാണേണ്ടത്. ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സിന് രണ്ടിലും എക്സ് ഉണ്ടായതുകൊണ്ട് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇ ഓഫ് എന്ത് വന്നാലും അത് ഇൻറ്റു പ്രോബബിലിറ്റിയാണ്. സോ സമ്മേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു പി ഓഫ് എക്സ് ഇവിടുത്തെ ഇക്വേഷൻ എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇനി മീനിൻ്റെ അതേ പ്രൊസീജിയറാണ്. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എൻ സി എക്സിനെ മാറ്റി എഴുതും. എൻ ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയലും എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഉണ്ട്. താഴെ എക്സ് ഫാക്ടോറിയലാണുള്ളത്. വേണമെങ്കിൽ ഇതിനെ 5ഉം 4 ആക്കി എടുത്തോളൂ. ഇവിടെ 5 ഫാക്ടോറിയലാണ്. അപ്പോൾ ക്യാൻസൽ ചെയ്താൽ ബാക്കി 3 2 1 ആണ് ഉണ്ടാവുക. 3 ഇൻറ്റു 2 ഇൻറ്റു 1 അതായത് എക്സ് മൈനസ് 1 കഴിഞ്ഞാൽ തൊട്ട് അടുത്ത നമ്പർ മുതൽ താഴേക്ക് ഉണ്ടാവും. സോ ഇറ്റ് വിൽ ബി എൻ ഫാക്ടോറിയൽ ബൈ എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇവിടെ -2 ഫാക്ടോറിയൽ വന്നതുകൊണ്ട് എന്നിൻ്റെ കൂടെ -2 വരുത്തണം, പിൻ്റെ കൂടെ -2 വരുത്തണം. സോ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്ന സമയത്ത് എൻ ഫാക്ടോറിയലിന് നമുക്ക് n-2 ഫാക്ടോറിയൽ ഇവിടെ വരുത്തണം. അങ്ങനെയാണെങ്കിൽ എന്നും n-1 പുറത്തു പോകും. n ഇൻറ്റു n-1 പുറത്തു പോയി. ബാക്കി താഴെ x-2 ഫാക്ടോറിയൽ ഉണ്ട്. n-x ഫാക്ടോറിയൽ പി റേസ് ടു എക്സ് ഉള്ളത് x-2 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു പി സ്ക്വയർ പുറത്തെത്തണം. +2 -2 0. സോ അതുകൊണ്ട് പി സ്ക്വയറിനെ പുറത്തേക്ക് വെച്ചു. ക്യൂ റേസ് ടു n-x. സോ ഇപ്പോൾ ബാക്കി പുറത്തുള്ള n ഇൻറ്റു n-1 പി സ്ക്വയർ ആണ്. സമ്മേഷൻ ഓഫ് n-2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ നേരത്തെ ചെയ്ത പോലെ തന്നെ x-1ന് 6 കൊടുത്തതിന് പകരം ഇവിടെ പുട്ട് x-2 ഈക്വൽ ടു r or x is equal to r plus 2. ഈ സബ്സ്റ്റിറ്റ്യൂഷനാണ് ചെയ്യുന്നത്. സോ r ഫാക്ടോറിയൽ n minus r minus 2 ഫാക്ടോറിയൽ p raised to r q raised to n minus r minus 2 n into n minus 1 p square. ഫസ്റ്റത്തെ ഡെറിവേഷൻ മനസ്സിലായവർക്ക് ഇത് മനസ്സിലാകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. സമ്മേഷൻ ഓഫ് ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ -r -2നെ തിരിച്ചെഴുതും. n-2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ n-2 minus r factorial p raised to r q raised to n-2 minus r n into n-1 p square. Summation of the n-2 cr ആണ്. p
p raised to r q raised to n minus 2 minus r. ഇത് വീണ്ടും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ജനറൽ ഫോമിലേക്ക് മാറി. സോ ദാറ്റ് വിൽ ബി q plus p whole raised to ഇവിടെ n പകരം n minus 2. q plus p 1 ആണ്. സോ ആ ടേം ഫുൾ ആയിട്ട് പോയി. Then the balance will be n into n minus 1 p square. ഇതല്ല വേരിയൻസ്. വേരിയൻസ് കണ്ടുപിടിക്കാൻ ഇ ഓഫ് എക്സ് സ്ക്വയർ ഫുള്ളായിട്ടില്ല. ഇത് ഇ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ആണ്. ഇ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1ൻ്റെ വാല്യൂ ആണിത്. പ്ലസ് ഇ ഓഫ് എക്സും കൂടെ ഇടണം. എന്നാലേ അതായത് n ഇൻറ്റു n മൈനസ് 1 പി സ്ക്വയർ പ്ലസ് എൻ പി വരും. നമുക്ക് വേണ്ടത് വേരിയൻസ് ആണ്. സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഈ വാല്യൂവിൻ്റെ കൂടെ ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഇതാണ് ഇക്വേഷൻ. സോ ആ ഇക്വേഷനിലെ വാല്യൂസ് അപ്ലൈ ചെയ്തിട്ട് അതിനെ റെഡ്യൂസ് ചെയ്യും. ദാറ്റ് വിൽ ബി എൻ സ്ക്വയർ മൈനസ് എൻ p square plus np minus np whole square. That is bracket open ചെയ്യുമ്പോൾ n square p square minus np square plus np minus n square p square. ഇതിൽ പ്ലസ് np സ്ക്വയറും n square p squareും മൈനസ് n square p squareും ക്യാൻസൽ ആവും. റെസ്റ്റ് വിൽ ബി np മൈനസ് np സ്ക്വയർ. രണ്ടിലും കോമൺ ആയിട്ട് np ഉണ്ട്. അത് പുറത്തെടുത്താൽ 1 മൈനസ് p വരും. And 1 minus p is q, so the variance is npq. Variance of a binomial distribution is npq. Then derivation of variance. Binomial distribution le മൂന്ന് ടൈപ്പ് പ്രോബ്ലം ആക്കിയിട്ട് നമുക്ക് ജനറൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ടൈപ്പ് ഡയറക്റ്റ് ആയിട്ട് നമ്പർ ഓഫ് ട്രയൽസും പ്രോബബിലിറ്റീസും തരും. അത് നമ്മൾ തിരിച്ചറിയണം. പി ഏതാണ് ക്യൂ ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും പ്രോബബിലിറ്റി കാണാൻ പറയും. ആ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. അത് ഫസ്റ്റ് ടൈപ്പ്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് മീനും വേരിയൻസും തരും, വാല്യൂസ് തരും. മീനിൻ്റെ വാല്യൂ തരും, വേരിയൻസിൻ്റെ വാല്യൂ തരും. ദാറ്റ് ഈസ് എൻ പിയും തരും, എൻ പി ക്യൂയും തരും. ഇത് സോൾവ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പാരാമീറ്റേഴ്സ്, അതായത് എൻ പി ക്യൂ 3 പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കും. എന്നിട്ട് വീണ്ടും സെയിം പോലെ തന്നെ പ്രോബബിലിറ്റി ഏതെങ്കിലും കാണാൻ പറയും, അത് കണ്ടുപിടിക്കാം. Or third is the fitting of a binomial distribution. അതും ഇമ്പോർട്ടൻ്റ് ആണ്. 3 ടൈപ്പ് പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. ഓക്കെ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫസ്റ്റ് പ്രോബ്ലം. The probability of any ship of a company being destroyed in a certain voyage is 0.02. ഒരു കമ്പനിയുടെ ഏതെങ്കിലും ഒരു ഷിപ്പ് ഒരു വോയേജിനിടയിൽ ഡിസ്ട്രോയ് ആവാനുള്ള പ്രോബിലിറ്റി 0.02 ആണ്. The company owns 6 ships and sets for voyage. ഒരു കമ്പനിക്ക് 6 ഷിപ്പുണ്ട്, അത് വോയേജിന് പോയി. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ലൂസിങ് 1 ഷിപ്പ്, അറ്റ് മോസ്റ്റ് 2 ഷിപ്സ് ലൂസിങ് നൺ. ഇതിൻ്റെയൊക്കെ പ്രോബബിലിറ്റിയാണ് കാണാൻ വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എൻ ഏതാ പി ഏതാ ക്യൂ എത്രയാണെന്ന്, എൻ എത്രയാ പി എത്ര ക്യൂ എത്രയാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ ബീങ് ലോസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. പ്രോബബിലിറ്റി ഓഫ് ബീങ് ഡിസ്ട്രോയിഡ് തന്നിട്ടുള്ളത് 0.02. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ലൂസിങ് 1 ഷിപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് കാണേണ്ടത്. സോ അതിനെ സക്സസ് ആക്കിയിട്ട് എടുക്കുക. ലൂസ് ചെയ്യാനുള്ള ചാൻസിനെ സക്സസ് ആക്കിയിട്ട് എടുക്കുക. സോ ഇവിടെ ഡിസ്ട്രോയ് ആവാനുള്ള പ്രോബബിലിറ്റി തന്നതുകൊണ്ട് ഇവിടുത്തെ പി വിൽ ബി 0.02. ക്യൂ അല്ല, പി ആണ്. കാരണം ലൂസിങ് ആണ് ചോദിച്ചാൽ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയാണ് തന്നതും. അതുകൊണ്ടാണ് പി 0.02. കമ്പനിക്ക് 6 ഷിപ്പ് ഉണ്ട്. സോ n is equal to 6. ഇത്രയാണ് തന്ന വാല്യൂസ്. എന്നും പിയും നമുക്കറിയാം. സോ ക്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ബിക്കോസ് പി പ്ലസ് ക്യൂ ഇസ് 1. ക്യൂ ഇസ് ഈക്വൽ ടു 1 മൈനസ് പി. ദാറ്റ് ഈസ് 1 മൈനസ് 0.02 0.98. സോ എൻ പി ക്യൂ കിട്ടി. ഇനി എന്താ വേണ്ടത്? ഓരോ കണ്ടീഷനിലെയും വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ലൂസിങ് 1 ഷിപ്പ്, നമ്മൾ ലൂസിങ്ങിനെയാണ് എക്സ് ആക്കിയിട്ട് എടുക്കുന്നത്, സക്സസ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. കറക്റ്റ് 1 പറഞ്ഞത്, അതുകൊണ്ടാണ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞത്. ഇക്വേഷൻ ഏതാ? ഇതിപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. 6 ഷിപ്പ് ഉണ്ട്. നമ്പർ ഓഫ് ട്രയൽസ് ആർ ഫൈനൈറ്റ്. ഇൻഡിപെൻഡൻ്റ് ആണ്.
ഒരു ഷിപ്പിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുങ്ങിപ്പോകാനുള്ള ചാൻസസ് അങ്ങോട്ടും ഇങ്ങോട്ടും എഫക്റ്റ് ചെയ്യുന്നില്ല. പ്രോബിലിറ്റി ഓഫ് സക്സസ് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. പിൻ്റെ വാല്യൂ എപ്പോഴും 0.02 ആണ്. രണ്ട് ഔട്ട്കം ഉണ്ട്, ഒന്നെങ്കിൽ കംപ്ലീറ്റിംഗ് ദ വോയേജ് ഓർ ലൂസിങ് ദ ഷിപ്പ്. ഈ രണ്ട് കണ്ടീഷൻസും ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയത്. സോ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ് നമുക്ക് ഫസ്റ്റത്തെ കേസിൽ കാണാനുള്ളത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ ഇതും എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു n മൈനസ് എക്സ്. ഇവിടെ എൻ്റെ വാല്യൂ 6, എക്സ് ഇസ് 1, പി റേസ് ടു 1 സോറി പിൻ്റെ വാല്യൂ ഇസ് 0.02 to the power 1, q is 0.98 to the power 6 minus 1 n minus x. The answer is 0.108. പ്രോബിലിറ്റീൻ്റെ വാല്യൂ എപ്പോഴും ബിറ്റ്വീൻ 0 and 1 ആയിരിക്കും. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാം. പ്രോബിലിറ്റീൻ്റെ വാല്യൂ ആണ്, നമ്പേഴ്സ് എല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, ലൂസിങ് അറ്റ്മോസ്റ്റ് 2 ships. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം 2 ships. മാക്സിമം 2 ships എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 2ൻ്റെ താഴെയും ഷിപ്സ് ലോസ് വരാം, അതും ഇൻക്ലൂഡഡ് ആണ്. സോ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് പറഞ്ഞിട്ടുള്ളത്. മാക്സിമം 2 ships ആണ് പറഞ്ഞിട്ടുള്ളത്, 2 ഓർ ലെസ്സർ ദാൻ ദാറ്റ്. അതുകൊണ്ടാണ് ലെസ് ദാൻ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കൊടുത്തിട്ടുള്ളത്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 കാണുമ്പോൾ 2ൻ്റെ താഴെ ഏതൊക്കെ കേസ് ഉണ്ട്? 0 ഉണ്ട്, എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഈക്വൽ ടു 2. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ലൂസിങ് നോ ഷിപ്സ്, എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ലൂസിങ് 1 ship ആൻഡ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിങ് 2 ships. ഈ വാല്യൂസ് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് 6C0 0.02 power to the power 0, 0.98 to the power 6 minus 0 plus പി ഓഫ് എക്സ് ഈക്വൽ ടു 1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതുണ്ട്, 0.108 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2ൻ്റെ വാല്യൂ 6C2 0.02 to the power 2, 0.98 to the power 6 minus 2, 4. And the answer will be 0.9994. ഇതാണ് പ്രോബിലിറ്റി ഓഫ് ലൂസിങ് മാക്സിമം 2 ships. ലാസ്റ്റത്തെ പറഞ്ഞിട്ടുള്ളത് പി ഓഫ് ലൂസിങ് നൺ ആണ്. That is P of x is equal to 0. That is 6C0 0.02 to the power 0, 0.98 to the power 6. That will be 0.8858. So നമുക്ക് 3 ആൻസേഴ്സും കിട്ടി. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം. ഫസ്റ്റ് ടൈപ്പിലുള്ള ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഔട്ട് ഓഫ് 800 families with 4 children each, 800 ഫാമിലി ഉണ്ട്, 800 ഫാമിലീസ് ഉണ്ട്. അതിൽ ഓരോ ഫാമിലിയിലും 4 കുട്ടികളുണ്ട്. ഹൗ മെനി ഫാമിലീസ് വുഡ് ബി എക്സ്പെക്റ്റഡ് ടു ഹാവ് 2 boys? അതിൽ എത്ര ഫാമിലിയിൽ 2 boys ഉണ്ടാവും? അറ്റ്മോസ്റ്റ് 2 girls, മാക്സിമം 2 girls ഉണ്ടാവും. ഇതാണ് ക്വസ്റ്റ്യൻ. സോ എൻ പി ക്യൂ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണം. എത്ര ചിൽഡ്രൻ ഉള്ളത്? 4 children. സോ n is 4. P is probability of getting a boy and girl, both are same. So P യും Q both will be equal. That is 1 out of 2. ഇപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഈ 800 അപ്പോൾ എന്തിനാ തന്നിട്ടുള്ളത്? ഇതിനെ നമുക്ക് ക്യാപിറ്റൽ എന്നാക്കിയിട്ട് എടുക്കാം. അതായത് 4 കുട്ടികളുള്ള ഒരു ഫാമിലിയിൽ 2 ബോയ്സ് ആകാനുള്ള പ്രോബിലിറ്റി ആണ്, അറ്റ്മോസ്റ്റ് 2 ഗേൾസ് ആകാനുള്ള പ്രോബിലിറ്റി ആണ്. Multiplying it with 800, you will get the number of families with each case. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ള 2 boysഉം അറ്റ്മോസ്റ്റ് 2 ഗേൾസും. ഇതിൽ ഏതിനെ സക്സസ് ആക്കി എടുക്കണം? ഗേളിനെ സക്സസ് ആക്കി എടുക്കണോ, ബോയിനെ സക്സസ് ആക്കി എടുക്കണം? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാൻ ഇവിടെ എടുക്കുന്നത് ഗേൾസിനെ സക്സസ് ആക്കി എടുക്കുക. അതെന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 2 boys എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 4 കുട്ടികളുള്ള ഒരു ഫാമിലിയിൽ 2 boys എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി 2 ഗേൾസാണ്. ഓക്കെ, അറ്റ്മോസ്റ്റ് 2 girls എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 2 ഗേൾസാണ്.
മാക്സിമം 2 ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. എക്സിനെ നമ്മൾ ഗേൾസ് ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ. ഇനി ബോയ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിനെ തിരിക്കണം. അറ്റ്മോസ്റ്റ് 2 ഗേൾസ് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് 2 ബോയ്സ് എന്നുള്ള കേസിലേക്ക് പോകും. ട്വിസ്റ്റ് വരുന്ന ക്വസ്റ്റ്യനിലുള്ളത് എന്താണോ ചോദിക്കുന്നത് അതിനെ എന്താക്കിയിട്ട് എടുക്കുക, സക്സസ് ആക്കിയിട്ട് എടുക്കുക. ഇവിടെ അറ്റ്മോസ്റ്റ് 2 ഗേൾസ് എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഗേൾസിനെ സക്സസ് ആക്കി എടുത്തത്. ഇനി ബോയ്സിനെയാണ് സക്സസ് ആക്കി എടുക്കുന്നത് എങ്കിൽ then you will have to take it as at least 2 boys. കാരണം അറ്റ്മോസ്റ്റ് 2 ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, 0, 1 and 2 കേസ് ആണ് വരുന്നത്. 0 ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബോയ്സ്, 1 ഗേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബോയ്സ്, 2 ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബോയ്സ്. സോ 2, 3, 4 എക്സ് ഈക്വൽ ടു 2, 3, 4 എന്നുള്ള വാല്യൂസ് ആയിരിക്കും നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരിക. ഫസ്റ്റ് കേസ് 2 ബോയ്സ് ആണ്. ഞാനിവിടെ സക്സസ് ആക്കി എടുത്തത് ഗേളിനെ ആയതുകൊണ്ട് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ബോയ്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് 2 ഗേൾസ് ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ് എനിക്ക് കാണേണ്ടത്. എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇതാണ് അതിൻ്റെ വാല്യൂ. സോ ദ ആൻസർ ഇസ് 3/8. ഇത് പ്രോബബിലിറ്റി ആണ്. നമ്മളോട് ചോദിച്ചില്ല ഹൗ മെനി ഫാമിലീസ് എന്നാണ്, നമ്പറാണ് ചോദിച്ചില്ല. സോ നമ്പർ ഓഫ് ഫാമിലീസ് കണ്ടുപിടിക്കാൻ 800 into 3/8. That will be 300. 300 number of families will be having 2 boys and 2 girls. Second condition at most 2 girls ആണ്. So P of x less than or equal to 2. That is P of x equal to 0, P of x is equal to 1, P of x is equal to 2. P of x equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4c0 1/2 to the power 0 1/2 to the power 4 plus 4c1 1/2 to the power 1 1/2 to the power 3 plus 4c2 1/2 square into 1/2 square. The answer will be 0.6875 and number of families will be 0.6875 into 800. That is 550. ഡിഫക്റ്റീവിൻ്റെ പ്രോബ്ലം ഒക്കെ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന കേസ് തന്നെയാണ്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസിലേക്ക് കിടക്കാം. ഈ ക്വസ്റ്റ്യനിൽ ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആർ 3 and 3/4. മീനും വേരിയൻസും തന്നിട്ടുണ്ട്. മീൻ ഇസ് 3 and വേരിയൻസ് ഇസ് 3/4 റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് P of x equal to 1 and P of x greater than or equal to 2. സോ പ്രോബിലിറ്റീൻ്റെ വാല്യൂസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നും പിയും ക്യൂവും വേണം. അത് കണ്ടുപിടിക്കണം. അതിന് തന്നിട്ടുള്ളത് മീൻ NP is 3 and variance NPQ is 3/4. ഇതിന് രണ്ടിനെയും ഞാൻ ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 എന്ന് എടുക്കാം. 2/1 ചെയ്യും. നമുക്ക് ഡിവൈഡ് ചെയ്യാം. 2 divided by 1. That is NPQ divided by NP. It will be 3/4/3. But NP cancel ആയിപ്പോൾ. The answer will be Q. Q is 1/4. Q കിട്ടി കഴിഞ്ഞാൽ from P plus Q is equal to 1. We will get P as 1 minus 1/4 which is 3/4. And P and Q കിട്ടി കഴിഞ്ഞാൽ we know that NP is equal to 3 from 1. So substituting in that we will get N into 3/4 is equal to 3 and N is equal to 3/3/4 which is 4. So N P Q കിട്ടി. പിന്നെ കണ്ടീഷനിൽ അപ്ലൈ ചെയ്യാം. P of x is equal to 1 as N is 4. 4C1 P is 3/4 P raised to x Q raised to N minus 6. You'll get the answer. Similarly, P of x greater than or equal to 2.
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 കണ്ടുപിടിക്കാൻ 2ഉം 2ൻ്റെ മുകളിലേക്കും. സോ എക്സ് ഇസ് ഈക്വൽ ടു 2, എക്സ് ഇസ് ഈക്വൽ ടു 3, എക്സ് ഇസ് ഈക്വൽ ടു 4. ഈ 3 വാല്യൂസും കണ്ടിട്ട് ആഡ് ചെയ്യാം. ഓർ യു ക്യാൻ ഓൾസോ വേറൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. പി പ്ലസ് ക്യൂ 1 എന്നുള്ളതുപോലെ തന്നെ ടോട്ടൽ പ്രോബിലിറ്റി 1 ആയതുകൊണ്ട് ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 കാണാൻ ഇങ്ങനെ ചെയ്യാം, 2, 3, 4 കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യാം. ഓർ ഓൾസോ ടോട്ടൽ പ്രോബിലിറ്റി 1 ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, 1 മൈനസ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലേ കാണാൻ വന്നിട്ടുള്ളത്. ഗ്രേറ്റർ ദാൻ പകരം ലെസ് ദാൻ സൈൻ, എക്സ് ലെസ് ദാൻ 2. ഇവിടെ ഈക്വൽ ടു സൈൻ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ഇവിടെ ഇടണ്ട. അതായത് ലെസ് ദാൻ 2ൻ്റെ വാല്യൂസ് പി എഫ് എക്സ് ഇക്വൽ ടു 0, എക്സ് ഇക്വൽ ടു 1ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക, ആഡ് ചെയ്യുക, ടോട്ടൽ 1 എന്ന് മൈനസ് ചെയ്യുക. ഇറ്റ് വിൽ ബി ഈസി കമ്പയർഡ് ടു ദിസ്. കുറേ നമ്പേഴ്സ് ഉള്ള കേസിൽ ഇത് അപ്ലൈ ചെയ്യുന്നതാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഏതൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാലും നമ്മുടെ മെയിൻ എയിം എന്തായിരിക്കണം, എന്നും പിയും ക്യൂവും കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് പി എടുക്കുക, പിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ക്യൂ, പി പ്ലസ് ക്യൂ 1 ആണ്. സോ ആ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് ക്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് എൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഏത് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാലും എൻ, പി, ക്യൂ എന്നുള്ള ഈ 3 പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാം, എന്നിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് പ്രോബ്ലം ഉള്ളത് ഫിറ്റിംഗ് ആണ്. അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കിയിട്ട് തന്നെ എടുക്കാം. ബൈനോമിയലും പോയ്സണും ഒരുപോലെ ആയിരിക്കും. ഇന്ന് ഞാൻ എടുത്ത ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡു കോൺടാക്ട് മീ ത്രൂ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് കമൻറ്റ്സ്. ഈ ടോപ്പിക്കിൻ്റെ കൂടുതൽ വീഡിയോസ് ഇനിയും വരുന്നതാണ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു സോ മച്ച്.